കണ്ടല്ലൂർ പൗരസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മുകുന്ദവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വായന, ഉപന്യാസരചന, പ്രസംഗം എന്നിവയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി എസ് സുഭാഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പൗരസമിതി പ്രസിഡന്റും ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് കെ ജഗൽജീവൻ അധ്യക്ഷനായി. കണ്ടല്ലൂർ പൗരസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ മുകുന്ദവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വായന, ഉപന്യാസരചന, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നേടിവെക്കുന്ന സംഭവങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന ജീവിത സമയത്ത്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ആ സംഭവങ്ങളെ പ്രാവർത്തികമാക്കുക എന്ന് പറയും, ഫലത്തിൽ വരുത്തുക എന്ന് പറയും. ആ ഒരു കാഴ്ചപ്പാട് കൊച്ചു കുഞ്ഞുങ്ങളായ നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നാട്ടുപുറങ്ങളും ഗവൺമെന്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുക്കി തരുന്നു. കണ്ടല്ലൂർ പൗരസമിതി പ്രസിഡന്റും ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റുമായ കെ ജഗൽജീവന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഗ്രന്ഥശാല സെക്രട്ടറി എസ് സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അതിനേക്കാൾ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളത്, പക്ഷെ എങ്കിൽ കൂടി പത്രവായനയിലൂടെ കിട്ടുന്ന മറ്റേ ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ മൊബൈൽ കൂടെ വായനയിലൂടെ കിട്ടുന്നതാണ് സത്യം. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഈ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ നിന്നുണ്ടാകുന്ന അറിവുകൾ കൃത്യമായി കുറിച്ചുവെച്ചുകൊണ്ട് തുടർന്ന് ഇവരുടെ പഠനത്തിലേക്ക് അത് വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന തലങ്ങളിലേക്ക് വിദ്യാഭ്യാസം പോകുമ്പോൾ കൃത്യമായിട്ട് വായന ഒരു നിങ്ങൾക്കങ്ങനെയല്ല. നിങ്ങളുടെ മുന്നിൽ വിശാലമായി ലോകത്ത് ഒട്ടനവധി സാധ്യതകളുണ്ട്. എന്ത് വിവരങ്ങളും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും, അല്ലേ? പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതോടൊപ്പം നല്ല നല്ല കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ഇത്തരം പുസ്തകങ്ങൾ കൂടി വായിച്ചാൽ, അത് മലയാളത്തിലുള്ള പുസ്തകമാണെങ്കിൽ, നമ്മുടെ മാതൃഭാഷയിലുള്ള പുസ്തകമാണെങ്കിൽ അതിന്റെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്, ചിലപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയണം. പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളും, പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പട്ടിണി കിടക്കുന്ന മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ പട്ടിണി മാറുമോ? പുസ്തകം തിന്നാൽ വിശപ്പ് മാറും, അല്ലേ? മാറത്തില്ല. പിന്നെ എന്താണ്? ആഹാരം കഴിക്കണം, വിശപ്പ് മാറണം. പക്ഷേ ആഹാരം ഉണ്ടാകാനും കയ്യിൽ കിട്ടിയ ആഹാരം നമുക്ക് കഴിക്കാനും നമുക്ക് എന്ത് വേണം? ഒരു കാര്യം വേണം, നമുക്ക് സമാധാനം വേണം. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശശികല സ്വാഗതം പറഞ്ഞു. കെ ഫൻസരിദാസ് പാട്ടും പറച്ചിലുമായി കുട്ടികളുമായി സംവദിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസിഡന്റ്, അധ്യാപകരായ ശ്രീജ, നിമിൻ, ഷൈനി, PTA പ്രസിഡന്റ് ബി സിസിലിൻ എന്നിവരും സംസാരിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി കൗൺസിൽ കണ്ടല്ലൂർ നേതൃസമിതി കൗൺസിലർ രാജഗോപാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലൈബ്രറിയൻ രഞ്ജിനി നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.